പാർട്ട്നേഴ്സിൽ ഇപ്പോൾ നേരത്തെ കോ ആർട്ടിസ്റ്റ് പറഞ്ഞ പോലെ സഞ്ജു ശിവറാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. തമിഴ് കഥാപാത്രമാണ്. അഴകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഇപ്പോൾ ഇന്നലെ സിനിമ കണ്ടവരിൽ ഈ കഥാപാത്രം മനസ്സിൽ പതിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ ഇറങ്ങിയ ദിവസം നമുക്ക് ഫസ്റ്റ്, അതായത് ഞങ്ങള് എടപ്പള്ളി വനിതാ വിനീത തിയേറ്ററിൽ നല്ലൊരു റെസ്പോൺസ് ആണ് ലഭിച്ചത്. കാരണം ഷോയുടെ ഏറ്റവും അവസാനം ക്ലൈമാക്സിനോടനുബന്ധിച്ചും എല്ലാം നല്ലൊരു കൈയടി കിട്ടി. അപ്പം ഞാൻ പേഴ്സണലി വിശ്വസിച്ചത് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ലൊരു കളക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന, അതായത് മീഡിയയിലുള്ള ആളുകളും എല്ലാവരും, നമ്മളെ അടുത്തറിയുന്നവരും എല്ലാവരും നല്ല റിപ്പോർട്ടുകൾ പറയുമ്പോഴും ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മുടെ നാട്ടിൽ നടന്ന വലിയൊരു ദുരവസ്ഥയാണ് റിവ്യൂയിങ് എന്ന് പറയുന്നൊരു സംഭവം. റിവ്യൂ ചെയ്യുക പടങ്ങൾക്ക്. അതായത് എനിക്ക് പേഴ്സണലി തോന്നിയത്, നമ്മൾ ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി, ഒരു ഫീഡ്ബാക്ക്. പക്ഷേ ഒരു പടത്തെ ഡീഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു അവസ്ഥയാണ്. അത് ഞാൻ ഇന്ന വ്യക്തി എന്ന് പറയുന്നില്ല, നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ ദുരവസ്ഥ ഉണ്ടാക്കുന്ന വ്യക്തി ആരാണെന്നും എന്താണെന്നും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതായത് ഒരു ചാനൽ നമുക്ക് സ്വന്തമായി തുടങ്ങാം, അതിലൂടെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ ഈ ഒരു ട്രെൻഡ് എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമായിരിക്കും. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ പോവുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങളിൽ കണ്ടാണ് ആളുകൾ തിയേറ്ററിലോട്ട് എത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ കേവലം ഒരൊറ്റ ദിവസം, അതായത് ഒരു പടം ഏറ്റവും മോശാവസാന പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് മുതൽ റിവ്യൂ തുടങ്ങുവാണ്. എന്താണ് സംഭവിക്കുന്നത് അവിടെ മുതൽ? അതായത് പടം മുഴുവൻ കണ്ടു തീർക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥ നമ്മുടെ ചിത്രത്തിന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതെനിക്ക് എന്നെ വളരെ വേദനിപ്പിച്ചിരുന്നു. ഇപ്പൊ നമ്മുടെ ടീമിലാണെങ്കിലും ഞാൻ ഇവരുടെ അഭിപ്രായപ്പെട്ടിരുന്നു. കാരണം നമ്മളൊക്കെ ഒരു ചെറിയ ആർട്ടിസ്റ്റാണ്, നമ്മൾ വളർന്നു വരുന്ന ആർട്ടിസ്റ്റാണ്. പക്ഷെ നമുക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും? കാരണം ഇത്തരം യൂട്യൂബ് ചാനൽ ഈ ഒരു എന്റർടൈൻമെന്റ് ആണ് എല്ലാം ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ നെഗറ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. കാരണം നമ്മൾ നെഗറ്റീവായിട്ട് എന്ത് പറയുമ്പോഴും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടൊരു കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ആർക്കും എന്തൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. അതുപോലെ നമ്മുടെ ചിത്രത്തില് ഇപ്പൊ ഇന്ന അഭിനേതാവ്, അവരെ മുൻ ചിത്രങ്ങൾ അവരുടെ അതിന്റെ ഒരു മുൻവിധി വെച്ചിട്ടൊക്കെ നമ്മുടെ ടീസർ ഇറങ്ങിയപ്പോൾ പോലും ഒരുപാട് മോശം ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഈ ചിത്രം കണ്ടവര് ഇതിനെപ്പറ്റി നല്ലത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ തിയേറ്ററിൽ പോയി ചിത്രം കാണുക തീർച്ചയായിട്ടും. അതായത് ഈ ഒരു വീട്ടിലോ എവിടെയെങ്കിലും ഒരു ക്യാമറ മുന്നിലിരുന്ന് കുറച്ച് നെഗറ്റീവ് അടിച്ചു വിടുക ഒരു പടത്തെ പറ്റി, അത് കണ്ടിട്ടും വളരെ മോശമായ രീതിയിൽ, അതായത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഇപ്പൊ പറഞ്ഞ പോലെ മ്ലേച്ഛകരമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവര് ചിന്തിക്കുന്നില്ല, അതായത് ഇവര് ഈ പടം എത്ര നാളെടുത്താണ് ഒരു പടം നമ്മുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നതെന്ന്. ഇതുപോലെ 5-6 വർഷം, അതായത് പ്രീ പ്രൊഡക്ഷൻ, അതിനു മുൻപിൽ ചിന്തിക്കുന്ന കഥ അവരുടെ മനസ്സിൽ വരുന്ന സമയം മുതൽ ഇത് തിയേറ്ററിൽ വരുന്ന സമയം വരെയുള്ള ഒരു കാലയളവ്, ഇതെല്ലാം കൂടി ഈ ഒരു പടം കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞത് വൈകിട്ട് റിവ്യൂ ഇട്ട് തീർക്കുകയാണ്. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അതിനെതിരെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു നിയമ നടപടിയൊക്കെ വന്നതാണ് ശരിക്കും നമ്മൾ ചിത്രത്തെ എന്താ പറയാ അത്രയും ഇഷ്ടമുള്ളവർ ആഗ്രഹിക്കുന്ന കാര്യം. പടം കാണുക, ജെനുവിനായ ഫീഡ്ബാക്ക് എന്തായാലും വേണം. കാര്യം നമുക്ക് ചില പോരായ്മകൾ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്കൊരു വൺ ടൈം വാച്ചബിൾ ആയിരിക്കും, ഒരു എൻജോയ് ചെയ്ത മൊമെന്റ് ഉണ്ടാകും. പക്ഷെ ഇതൊന്നും അല്ലാതെ ഒറ്റയ്ക്ക് ഇത് കൊള്ളില്ല എന്ന് പറയുന്നത് അത് തീർത്തും മോശമാണ്. അത് ഈ സിനിമയ്ക്കെന്നല്ല, ഇനി വരുന്ന ഏത് സിനിമയ്ക്കാണെങ്കിലും. അപ്പം അത്തരത്തിലുള്ള പ്രവണത എങ്ങനെ കുറയ്ക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾ പലരും ഈ പടം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനിയും ഇഷ്ടപ്പെട്ടവർ എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് പറയുക. നമുക്കിത് നല്ലൊരു ചിത്രമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. കാരണം നമ്മളെ അറിയുന്ന പല ആളുകൾ പല സ്ഥലത്തും നല്ല റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം ഈ ഡീഗ്രേഡിങ്ങിലൊന്നും ഈ പടം താഴ്ന്നു പോകാതിരിക്കുക എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. താങ്ക് യു. അല്ല, ഒരാളെന്ന് പറയുമ്പോൾ, അതായത് ഇപ്പൊ നമ്മളുടെ ഇപ്പത്തെ നാട്ടിൽ, അതായത് ഇപ്പൊ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം, അപ്പൊ അതിൽ ഓരോ കോണ്ടന്റ് ആയിട്ടാണ് ആളുകൾ വരുന്നത്. അപ്പൊ അതിലൊരു ഫാൻ ബേസ് ഉണ്ട് ഓരോ ആളുകൾക്ക്. അപ്പൊ അവരെന്ത് പറയുന്നു, അതായത് ഞാനിപ്പം ഇന്ന് സംഭവിച്ച നല്ല കാര്യം, ഇവരെന്താണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് ആളുകൾ വിലയിരുത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ കാണുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ സിനിമാ മേഖല മാത്രമായിരിക്കില്ല, ഏത് പർട്ടിക്കുലർ ഒരു മാറ്റർ എടുത്താലും അവരുടെ കമന്റ് എന്താണ്, എന്നാൽ അതിനുള്ള അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്, ഇവർക്ക് അതിനുള്ള എന്താ പറയുക എക്സ്പീരിയൻസ് എന്താണ്, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. കാര്യം ആളുകൾ അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഏതോ ഒരു കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് അവരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ ഈ കലാസൃഷ്ടിനെ അങ്ങ് താറിച്ച് കളയാണ് ചെയ്യുന്നത്.
അതിപ്പോ നമുക്ക് തന്നെ യൂട്യൂബ് കയറി നമുക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ. അപ്പൊ ഒരു ആൾക്കാർ മാത്രമായിരിക്കില്ല, അപ്പൊ ഈ പറഞ്ഞ ഒരാൾക്ക് അത്രയും ഫാൻ ബേസ് ഉണ്ടാകും. അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. ഇതിന് മറുപടി ഞാൻ പറയാം. അതായത് നിങ്ങൾ ചോദിച്ചത് ഇതിനെ ബാധിക്കുന്നുണ്ടോ, ഒരാളുടെ റിവ്യൂ ഇതിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ. അതായത് ഞങ്ങളുടെ സിനിമയെ കുറിച്ച് പറഞ്ഞാല് ഇപ്പോഴത്തെ ഒരു പ്രവണത എന്താന്ന് വെച്ചാൽ, മലയാള സിനിമയിൽ ഉള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സിനിമയ്ക്കും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ റീസെന്റ് ഓടുന്ന വലിയ സിനിമകൾക്ക് വരെ ആളെ കയറ്റി ഒരു 20 ടിക്കറ്റ് വെച്ച് എല്ലാ ഷോയ്ക്കും എല്ലായിടത്തും ആളെ കയറ്റി എടുത്ത് തിയേറ്ററിൽ സ്റ്റഡിയായി നിർത്തുക എന്നുള്ള പോളിസിയിലാണ് പോകുന്നത്. റിവ്യൂസ്, പോസിറ്റീവ് റിവ്യൂസ് പൈസ കൊടുത്ത് എഴുതി ഇടിക്കുക എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നാണ് വന്നത്. ഞങ്ങൾക്ക് ഇത്രയും ഇതിനെ ഡെഫിനറ്റ്ലി നിങ്ങൾ വാച്ച് ചെയ്താൽ അറിയാം, ഞങ്ങളുടെ വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. വളരെ കുറച്ച് പോസ്റ്റർ അടിച്ചിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിൽ വളരെ ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആളെ കയറ്റാൻ പറ്റിയിട്ടില്ല, റിവ്യൂ കാശ് കൊടുത്ത് എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരാൾ വന്ന് ഒരാൾ ഒരു ചെറിയ മുറിവ് ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയൊരു മുറിവായിട്ടാണ് ഞങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് അതിനെതിരെ പോരാടാനുള്ള ശക്തിയില്ല. ഞങ്ങൾക്ക് ആകെ വിശ്വാസമുള്ളത് പ്രേക്ഷകരിലാണ്. അത് ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾ 2 ദിവസം ഫ്രൈഡേ കഴിഞ്ഞ് ഫ്രൈഡേ ഈവനിങ് ഞങ്ങൾ തിയേറ്ററിൽ പോയി. ഫ്രൈഡേ ഈവനിങ് കുറച്ച് ആളുണ്ടായിരുന്നു. അപ്പം സാറ്റർഡേ ആയപ്പം ആൾ ഒരു ഇച്ചിരി കുറഞ്ഞു. പക്ഷെ സാറ്റർഡേ ഈവനിങ് ഞങ്ങൾ ഷോ തിയേറ്റർ വിസിറ്റ് പോയപ്പോൾ ആൾക്കാർ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ പലരും പറഞ്ഞറിഞ്ഞു ഇത് നല്ല സിനിമയാണ്, അങ്ങനെയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പതുക്കെ പിക്കപ്പ് ചെയ്തത്. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഈ ചെറിയ സിനിമകളെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനെതിരെ പോരാടാനുള്ള ഒരു മണി പവർ പ്രൊഡ്യൂസർക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, ഇതുപോലൊരു വലിയ ഫൈനാൻഷ്യൽ സംഭവങ്ങളില്ല. അപ്പം അത്രയും മണി പവർ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഇതാക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ ബാധിക്കാറുണ്ട്, സിനിമകളെ ഡെഫിനറ്റ്ലി ബാധിക്കാറുണ്ട്. പിന്നെ ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ റിവ്യൂ പറയുന്നവരുണ്ട്. ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് ഒരുപാട് പേര്, ഇപ്പൊ ഞാൻ പേരെടുത്ത് പറയാം, നെഗറ്റീവ് പറഞ്ഞ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഉണ്ണി വ്ലോഗ്സ്, പിന്നെ ലെൻസ്മാൻ, അങ്ങനെ കുറെ പേര് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞതിൽ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ അവര് പറഞ്ഞത് അവരെ സിനിമ എൻഗേജ് ചെയ്തിട്ട്, അവരുടെ റിവ്യൂ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരെ സിനിമ അവസാനം വരെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അവസാനത്തെ ഗ്രാഫിക് പോർഷൻ ഇവർക്ക് വർക്ക് ആവാതെ പോയതിന്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ് അവർക്കൊരു, പക്ഷെ അവർ വാച്ചബിൾ ആണെന്നുള്ള രീതിയിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു സത്യസന്ധമായി റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ അത്. അപ്പം അവരുടെ പ്രശ്നം, അതായത് ഇതിലൊരു ഗ്രാഫിക്കൽ പോർഷൻ ഉള്ളത് ശാസ്ത്രീയപരമായി ശരിയാണ്, നിങ്ങൾ ചെയ്തത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. പക്ഷെ അത് ബിലീവബിൾ ആയി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഫണ്ട് ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന പോലെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാഫിക്കൽ പോർഷൻ 600 കോടി മുടക്കിയ ഒരു പടത്തിന്റെ ഗ്രാഫിക് വർക്കും ഇതുമായിട്ടാണ് ആൾക്കാർ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയതാണ്. ശരിക്കും ഞങ്ങൾ ഈ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു സിനിമ ഇപ്പുറത്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആയിരുന്നെങ്കിൽ ഞങ്ങളൊരു കുറച്ചും കൂടെ സേഫ് സ്പേസിൽ ചിലപ്പോൾ റിലീസ് ചെയ്തേനെ. പക്ഷെ അതൊക്കെ ഇന്നലെ 2 ഹൗസ്ഫുൾ ഷോസ് വന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അറിയില്ലായിരിക്കാം ഞങ്ങളുടെ ഒരു സന്തോഷം. കാരണം ഇത്രയും നെഗറ്റീവിൽ നിന്ന് ഇതൊരു പതുക്കെ ഉയർന്നു വരുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. അപ്പം ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹീസ് ആൻ ഇൻഫ്ലുവൻസർ അല്ലേ? അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർക്ക് ഇത്രയും ഫാൻ ബേസ് അല്ലെങ്കിൽ അവർക്ക് ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി ജുഡീഷ്യറിയെ പോലും മീഡിയാസ് ഇൻഫ്ലുവൻസ് ചെയ്ത ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പറയപ്പെട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനും 2 പക്ഷമുണ്ട്, അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ടെന്ന് പറയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കണേ. സോ എന്താ പറയണേ, ഒരു ഇൻഫ്ലുവൻസറുടെ അല്ലെങ്കിൽ ഒരു യൂട്യൂബറുടെ, ഒരു റിവ്യൂവറുടെ ഒരു കമന്റ് വളരെ മോശമായ ഒത്തിരി, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. വളരെ 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 മ്ലേച്ഛകരമായ രീതിയിൽ ഇപ്പോൾ നമ്മുടെ വില്ലൻ ചേട്ടനെയൊക്കെ പുള്ളി കോമാളി എന്നൊക്കെ വിളിച്ച്, ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് അറിയാവുന്ന, ഡയറക്ടർക്കും ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന പണി ഞങ്ങൾ നല്ല വൃത്തിയായി ചെയ്തു. അതിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അദ്ദേഹം, ഈ റിവ്യൂവർ, പുള്ളിയെ കൊണ്ട് ചെയ്യാവുന്ന പണി, അറിയാവുന്ന പണി പുള്ളി വൃത്തിയായി ചെയ്തു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളും, വി ഓൾ ഹാവ് ദ ഫ്രീഡം അല്ലേ, സ്പീച്ച് ഓഫ് ഫ്രീഡം. എൻ്റെ കൈ വീശാനുള്ള അധികാരം നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പ് തുടങ്ങുന്നിടത്ത് അവസാനിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു മൂല്യത്തിൻ്റെ പ്രശ്നമാണ്. എല്ലാ മേഖലകളിലും, മീഡിയാസ് ആയാലും അല്ലെങ്കിൽ ഏത് മേഖലകളിലായാലും, ആതുര ശുശ്രൂഷ സേവന രംഗത്തായാലും എവിടെയായാലും, ഒരു ഡോക്ടർക്ക്
എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു ഞാൻ പോവാണ് എന്ന് പറയാം അല്ലേ? അത് അയാളുടെ മൂല്യമാണ് ഒരു ജീവൻ രക്ഷിക്കാനായി 1 മിനിറ്റ് കൂടി നിൽക്കുക എന്നുള്ളത്. അതുപോലെ ഒരു മൂല്യം, ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് മനുഷ്യർ ശ്രമിക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന്, അവരെ പഠിപ്പിച്ചു വിട്ട സാഹചര്യങ്ങളിൽ നിന്ന് എല്ലാവർക്കും സാധിക്കുമ്പോഴാണ് എല്ലായിടത്തും ഇത്തരം വയലേഷൻസ് ഉണ്ടാകാതെ പോവുക. വളരെ വേദനാജനകമാണ്. താങ്കൾ ചോദിച്ചതുപോലെ ഒരു ആളുടെ ഒരു റിവ്യൂ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരെ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് പുറകോട്ട് വലിക്കും. പക്ഷെ ഇതിനെ തരണം ചെയ്ത് സാധാരണക്കാരായ പ്രേക്ഷകരുടെ, നല്ല മനുഷ്യരുടെ, നല്ല സിനിമ കാണണം, നല്ല പ്രൊഡക്റ്റ് കാണണം എന്നുള്ള ആൾക്കാരുടെ ഉദ്ദേശശുദ്ധി ഞങ്ങളെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അക്കാര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.